ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ PG പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് സമയമായിട്ടുണ്ട്. ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ മെയ് 18-നും 24-നും ഇടയ്ക്ക് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. ജൂൺ 1 തന്നെ അഡ്മിഷൻ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോളേജുകളിലേക്ക് ഉള്ള PGയുടെ അഡ്മിഷൻ അല്ല, യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യവട്ടം ക്യാമ്പസിലും അതുപോലെ തന്നെ ക്യാമ്പസിന് പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ തന്നെ തൈക്കാടാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ PGക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന എൻട്രൻസ് ആണ്. കഴിഞ്ഞ വർഷവും എൻട്രൻസ് വഴി തന്നെ ആയിരുന്നു അഡ്മിഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഈ വർഷവും നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഒത്തിരി കോഴ്സുകൾ നമുക്ക് PG അവൈലബിൾ ആണ്. MA ആയാലും MSc ആയാലും അതുപോലെ MTech ഉണ്ട്, MCJ ഉണ്ട്, അതുപോലെ MCOMും MBAയും കൂടാതെ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന MEDും ഒക്കെ ഈ ഒരു എൻട്രൻസിനുള്ളിലാണ് കവർ ചെയ്യപ്പെടുന്നത്. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൻട്രൻസ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് എന്ന് തന്നെ അനുമാനിക്കാം. കാരണം തിരുവനന്തപുരത്തും എറണാകുളത്തും മൂന്നാറും കോഴിക്കോടും അതുപോലെ കേരളത്തിന് പുറത്ത് ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ സ്ഥലത്തില്ല എങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു സെൻറ്റേഴ്സ് ഓപ്റ്റ് ചെയ്തിട്ട് എൻട്രൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഡിഗ്രിയുടെ റിസൾട്ടൊക്കെ എത്താറാവുമ്പോഴാണ് PGയുടെ അഡ്മിഷൻ തുടങ്ങുക എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റു യൂണിവേഴ്സിറ്റികളും ഒക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള PGയുടെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ തന്നെ PGക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജനറൽ കാറ്റഗറിക്ക് 750 രൂപയും SC/STക്ക് 500 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇതിൽ നമുക്ക് 3 സബ്ജക്റ്റിന് വരെ PGക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ BSc പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് MA ചെയ്യണം എന്ന് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 3 കോഴ്സുകളിലേക്ക് നമുക്ക് ഒരേ സമയം PGക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 105 രൂപ ഒരു പേപ്പറിന് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരു സബ്ജക്റ്റിന് കൂടി 105 രൂപയും, അത് SC/ST കാറ്റഗറിക്കാണെങ്കിൽ 55 രൂപയും. അപ്പോൾ 3 സബ്ജക്റ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റുകളിൽ PG ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പലരും ഒക്കെ ചോദിച്ച് കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോർമലി ഒരു PGയോ അല്ലെങ്കിൽ ഒരു MPhilോ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു MPhilോ ഒക്കെ ഉള്ളൊരു ജനറൽ കോളേജിൽ പഠിക്കുന്നതിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും PhDയുടെ സെൻറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ PhD ഒക്കെ ചെയ്ത് കൂടുതൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് PhDയുടെ ഗൈഡ്ഷിപ്പുള്ള അധ്യാപകരുള്ളതും അതുപോലെ തന്നെ റിസർച്ച് സെൻറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും റിസർച്ച് സെൻറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ നമുക്ക് PhD ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ എൻട്രൻസ് ആയിരിക്കില്ല. നമ്മുടെ സബ്ജക്റ്റ് BSc എന്താണോ നമ്മൾ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് BScയുടെ നമ്മുടെ പഠിച്ച കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. നെഗറ്റീവ് 4-1 നെഗറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് മാർക്കിങ്ങോട് കൂടിയുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് പ്രതീക്ഷിക്കുന്നത്. ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കേരള യൂണിവേഴ്സിറ്റിയുടെ admissions.keralauniversity.ac.in എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് നമ്മൾ സാധാരണ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്തുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.